ഹലോ, ഐ എം ആശ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് 5 ടൈനി ഹാബിറ്റ്സ് ദാറ്റ് സ്റ്റീൽ യുവർ പോസിറ്റിവിറ്റി. ചെറുതെന്ന് നമ്മൾ കണ്ടിട്ടും നമ്മൾ കാണാതെ നടിക്കുന്ന ചില ഹാബിറ്റുകളുണ്ട്. കാണുമ്പോൾ നമുക്കതൊരു ടൈനി ഹാബിറ്റ് ആയിരിക്കും, പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം നിങ്ങളുടെ മെൻറ്റൽ എനർജിയും അതേപോലെ തന്നെ അൺപ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ഒക്കെ ആകാൻ ഒരു കാരണമായേക്കും. നിങ്ങളൊരു വർക്കിംഗ് വുമണോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻറ്റോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 5 ഹാബിറ്റ് നിങ്ങളൊന്ന് ഫിക്സ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഒന്നാമത്തെ ഹാബിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് നമ്മൾ ഫോൺ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. ഉണരുന്ന ഉടനെ തന്നെ നമുക്ക് എപ്പോഴും ഇപ്പോൾ ഒരു പുതിയൊരു ഹാബിറ്റ് വന്നിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിനെ ആശ്രയിക്കാൻ തുടങ്ങി അല്ലേ. ഫോൺ എടുത്തൊന്ന് യൂട്യൂബ് നോക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം നോക്കുക, സോഷ്യൽ മീഡിയ നോക്കുക. ഇതൊക്കെ നിങ്ങളുടെ മെൻറ്റൽ എനർജീനെ ഒരുപാട് ബാധിക്കും. മെൻറ്റൽ എനർജി ലോസ് ചെയ്യാനത് കാരണമാകും. അതല്ലാണ്ട് രാവിലെ ഒന്ന് എഴുന്നേറ്റിരുന്ന് സ്വന്തമായിട്ട് തനിയൊന്ന് വെളിയിലൊന്ന് ഇറങ്ങിപ്പോയി ഒന്ന് നോക്കുകയോ, അല്ലെങ്കിൽ ബെഡിലൊരു 5 മിനിറ്റ് നേരം നിങ്ങൾക്ക് ചുമ്മാ ഇരുന്നുകൊണ്ട് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുകയോ ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തു നോക്കുക. ഈ രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒട്ടുമിക്ക സമയത്തും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഓഫീസിലേക്ക് എല്ലാ പണികളും തീർത്ത് ഓടുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഒന്നെങ്കിൽ ഒരു പപ്സ് അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച്, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സോ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത്. ഇത് ഒരുപാട് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. എത്ര സമയമില്ലെങ്കിലും രാവിലെ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രൂട്ട്സൊക്കെ ഇട്ട് നട്ട്സൊക്കെ ഇട്ട് ഒരു സ്മൂത്തി എങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമുക്ക് ഒരു കോളേജ് സ്റ്റുഡൻറ്റ്, ഒരു വർക്കിംഗ് വുമണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോളേജിലോ ഓഫീസിലൊക്കെ പോയിരുന്ന് നമ്മൾ എനർജി ഒരുപാട് ഉപയോഗിക്കേണ്ടതാണ്. നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ നന്നായിട്ട് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് എനർജി ആവശ്യമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫ്യൂവൽ തന്നെയാണ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, അൾസർ പോലുള്ള ഒരുപാട് ഡിസീസുകളും കാര്യങ്ങളും വരാനായിട്ട് ഇത് സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആൻഡ് സെൽഫ് ഡൗട്ട്. ഞാനടക്കമുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നമാണിത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തുടങ്ങണമെന്നോ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ഹോം ബിസിനസ്, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇതൊക്കെ ജയിക്കുമോ, ഇത് സക്സസ് ആകുമോ, ഫെയിലായ എന്താകും, അങ്ങനെ നൂറായിരം സംശയങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കും. നമ്മൾ എന്തുകൊണ്ട് നമ്മളത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് നമ്മളൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അത് ലേറ്റ് ആകും. ഇത് നമ്മളെ ഒരുപാട് നമ്മൾ മെൻ്റലി, കാരണം നമുക്ക് ആ കാര്യം ചെയ്യാൻ ഭയങ്കരമായ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഈ ഒരു യൂട്യൂബ് വീഡിയോസൊക്കെ വേറെ ആൾക്കാരുടെ കാണുമ്പോൾ നമ്മൾ ചെയ്തില്ലല്ലോ, തുടങ്ങായിരുന്നല്ലോ, പിന്നെ വീണ്ടും നമ്മൾ ആ തുടങ്ങണമെന്ന് നമ്മൾ സ്റ്റെപ്പ് എടുക്കില്ല, ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഈ ഡൗട്ടുകൾ ഒരുപാട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇംപെർഫെക്ഷൻ ആണെങ്കിൽ, അതായത് പെർഫെക്റ്റ് അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ അതിൽ നിന്ന് നമ്മൾ പെർഫെക്റ്റായി വന്നോളും. അതുകൊണ്ട് നിങ്ങൾ സെൽഫ് ബിലീവ് ചെയ്ത് നമ്മൾ പുറകോട്ട് ഓവർ തിങ്ക് ചെയ്യാതെ നമ്മൾ മുന്നോട്ടേക്ക് ഒരു ആക്ഷൻസ് ഉറപ്പായിട്ട് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നാലാമത്തത് സേയിങ് യെസ് ടു എവറിത്തിങ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അന്ന് മോളിൽ കേട്ടുകൊണ്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ എടുത്ത് തലയിൽ വെക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലേ, നോ പറയാൻ പഠിക്കുക. ഇത് നിങ്ങൾ ഒരുപാട് ആ സമയത്തുള്ള ആ ഒരു ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മളുടെ സ്ട്രെസ്സ് നമ്മുടെ തലയിൽ നിന്നുള്ള തല കത്തിപ്പടരുന്നത് എത്രത്തോളം മാറിയിട്ടുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് നോ എന്ന് പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. എല്ലാത്തിനും ഒരു ബൗണ്ടറീസ് വെക്കുക. ആൾക്കാരുടെ അടുത്തായാലും എല്ലാ കാര്യത്തിലും നമ്മൾ നോ എന്ന് പറയാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അടുത്തത് ലാസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് ടേക്കിംഗ് ബ്രേക്സ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ സ്ത്രീകളും ഈ കാറ്റഗറി പെടുന്നതാണ്. രാവിലെ തൊട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി കുക്കിംഗ് ചെയ്ത് ക്ലീൻ ചെയ്ത് അവർ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക. പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. നമ്മൾ വീട്ടിലെ കാര്യവും നോക്കി വർക്കും ചെയ്ത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ലൈഫായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക. ഇനിയിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ടും ഭയങ്കര ടയേർഡായിട്ടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭയങ്കര പുഷ് ചെയ്ത് നിങ്ങൾ ഇതെങ്ങനെ തീർക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യാനിരിക്കേണ്ട. ഒരിക്കലും പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. നിങ്ങളൊന്ന് കുറച്ച് സമയം ഒന്ന് പുറത്തൊന്ന് ഇറങ്ങിയിരിക്കുകയോ ഒന്ന് റിലാക്സ് ആയിരിക്കുകയോ ഒന്ന് നടന്നിട്ട് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് പോയി വർക്ക് ചെയ്ത് നോക്ക്.
നന്നായിട്ട് നമുക്കൊരു പ്രൊഡക്ടിവിറ്റി നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾ പണി തീർക്കാനായിട്ട് ചെയ്യാതിരിക്കുക. വീട്ടിലെ ജോലിയാണെന്നുണ്ടെങ്കിലും കുറച്ച് കുറച്ച് പതുക്കെ പതുക്കെ ചെയ്യുക. എല്ലാവരും എന്ത് വിചാരിക്കും, അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലല്ലോ, അയ്യോ ഞാൻ പണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മളത് മനസ്സിലാക്കുക. നമ്മളെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ പാർട്ടായി തിരിച്ച് തന്നെ വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്ട്രെസ്ഫുള്ളായിട്ട് ഇരിക്കാതെ നോക്കുക. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്തായാലും നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഞാൻ ഇതിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ ഇപ്പോൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും ഇത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.